ശ്രീകൃഷ്ണ കോളേജ് ഫോർ ഹെൽത്ത് കെയർ ആൻഡ് മീഡിയ സ്റ്റഡീസ്. VWalk മെഡിക്കൽ ആപ്പ്, നഴ്സിംഗ് ഡിപ്ലോമ, പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. മികച്ച ആശുപത്രികളിലും ഫാർമസികളിലും പരിശീലനം. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് പ്രത്യേകാനുകൂല്യങ്ങൾ. കൂടാതെ ഓൺലൈൻ ക്ലാസുകളും ഇവിടെ ലഭ്യമാണ്. 9800 വനിതകൾക്ക് ജോലി നേടിക്കൊടുത്ത വടക്കാഞ്ചേരിയിലെ 28 വർഷത്തെ പാരമ്പര്യമുള്ള അംഗീകൃത സ്ഥാപനം. +2 തോറ്റവർക്കും ജയിച്ചവർക്കും പ്രവേശനം. ശ്രീകൃഷ്ണ കോളേജ് ഫോർ ഹെൽത്ത് കെയർ ആൻഡ് മീഡിയ സ്റ്റഡീസ്, ഓട്ടുപാറ ബൈപ്പാസ് ജംഗ്ഷൻ, അറേബ്യൻ മെഡിക്കൽസിന് സമീപം, അറേബ്യൻ ടയേഴ്സിന് മുകളിൽ. UDF തരംഗത്തിലും ഇടതുകോട്ട കാത്ത് UR പ്രദീപ്. കേരളത്തിലെ LDF സ്ഥാനാർത്ഥികളിൽ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷം നേടിയാണ് പ്രദീപ് ചരിത്രം കുറിച്ചത്. സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF തരംഗം ആഞ്ഞടിച്ചപ്പോഴും LDF കോട്ടയായ ചേലക്കരയിൽ ചരിത്രം ആവർത്തിക്കപ്പെടുകയാണ്. LDF സ്ഥാനാർത്ഥി UR പ്രദീപ്. $29,386 വോട്ടുകളുടെ റെക്കോർഡ് ഭൂരിപക്ഷം നേടിയാണ് പ്രദീപ് ഇത്തവണ കേരളത്തിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥികളിൽ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷം സ്വന്തമാക്കിയത്. മുതിർന്ന നേതാക്കളും മന്ത്രിമാരും പോലും പരാജയത്തിന്റെ കൈപ്പുനീർ കുടിച്ചപ്പോൾ ചേലക്കരയിൽ പ്രദീപ് കാഴ്ചവെച്ചത് സമാനതകളില്ലാത്ത പ്രകടനമാണ്. രണ്ടായിരത്തി 10,000 വോട്ടുകൾക്കും 2024 ഉപതെരഞ്ഞെടുപ്പിൽ 12,000 വോട്ടുകൾക്കും വിജയിച്ച പ്രദീപ് ഇത്തവണ ആ കണക്കുകളെല്ലാം നിഷ്പ്രഭമാക്കി മുന്നേറി. രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കിയ ധർമ്മടത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ നേടിയ ഭൂരിപക്ഷം പോലും 8,500-ൽ താഴെ നിൽക്കുമ്പോഴാണ് പ്രദീപിന്റെ ഈ തിളക്കമാർന്ന വിജയം എന്നതും രാഷ്ട്രീയ നിരീക്ഷകർ പ്രത്യേകം വിലയിരുത്തുന്നു. LDF നിരയിൽ ഭൂരിപക്ഷത്തിന്റെ കാര്യത്തിൽ 2ാം സ്ഥാനത്തുള്ളത് ഒറ്റപ്പാലത്തെ LDF സ്ഥാനാർത്ഥി K പ്രേംകുമാറാണ്. 26,777 വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് അദ്ദേഹം നേടിയത്. ശക്തമായ ഭരണവിരുദ്ധ വികാരം പല മണ്ഡലങ്ങളിലും ആഞ്ഞടിച്ചപ്പോഴും പ്രദീപിനെ കൈവിടാൻ ചേലക്കര തയ്യാറായില്ല. പാർട്ടിക്കപ്പുറം UR പ്രദീപ് എന്ന ജനകീയ നേതാവിന്റെ വ്യക്തിത്വത്തിനും പ്രവർത്തന ശൈലിക്കും വോട്ടർമാർ നൽകിയ വലിയ അംഗീകാരമായാണ് ഈ വിജയത്തെ കണക്കാക്കുന്നത്. മുതിർന്ന മന്ത്രിമാരും സംഘടനാ നേതാക്കളും അടിപതറിയ തെരഞ്ഞെടുപ്പിൽ വെറുമൊരു MLA ആയിരുന്നതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ ഭൂരിപക്ഷം സമാഹരിക്കാൻ കഴിഞ്ഞത് പ്രദീപിന്റെ ജനപ്രീതിയുടെ തെളിവാണ്. വരും ദിവസങ്ങളിൽ ഇടതുപക്ഷത്തിനുള്ളിലെ ചർച്ചകളിൽ പ്രദീപിന്റെ ഈ മുന്നേറ്റം വലിയ സ്വാധീനം ചെലുത്തുമെന്ന് ഉറപ്പാണ്.